ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഈസ്റ്റ് ബംഗാളിനുമായിട്ട്. ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇരമ്പുന്ന ഒരു പോരാട്ടമായിരിക്കും ഇതെന്നുകൂടി പറയണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന നിരവധി താരങ്ങൾ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം ഉലച്ചു കളഞ്ഞത് ജിക്സൺ സിംഗ് ധനോജമാണ്. ദിമിത്രിയോസ് ഡിമന്റക്കോസിന്റെ ബോലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്ന സാധനമാണ്. ദിമി പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം ദിബിയെക്കാട്ടിൽ ബെറ്റർ സ്ട്രൈക്കറെ നമുക്ക് കിട്ടും. പക്ഷേ ജിക്സനെ പോലെ ഒരു മധ്യനിര താരത്തിനെ ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും ആദ്യ മത്സരത്തിലെ പ്രകടനങ്ങൾ അത്ര ആശാവഹമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ബോൾ പൊസിഷനിലും ഷോർട്ട് ഓൺ ടാർജറ്റിലും മുന്നിൽ നിന്നെങ്കിൽ പോലും പഞ്ചാബിനെതിരെയുള്ള മത്സരം അവസാന നിമിഷം വഴങ്ങിയ ഗോളുകളിലൂടെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. നേരെ മറിച്ച് ഈസ്റ്റ് ബംഗാൾ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ അവർ ബംഗളൂരു എഫ്സിയോടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബംഗളൂരുവിനോട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പം അവരുടെ പരാജയത്തിനെ അത്ര മോശം സ്റ്റാറ്റായിട്ട് വിലയിരുത്താൻ പറ്റത്തില്ല. അവർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് എടുത്തു പറയണം. പുതിയ വളപ്പിൽ വിഷ്ണു മലയാളി താരം, പിന്നെ CK അമൻ, ഇവരെല്ലാം കിടിലൻ പ്രകടനം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബംഗളൂരു ഈസ്റ്റ് ബംഗാൾ പോരാട്ടത്തിൽ ബംഗളൂരുവിനേക്കാൾ നന്നായിട്ട് കളിച്ചത് ഈസ്റ്റ് ബംഗാൾ ആണെന്ന് പറയാൻ ഒരു പരിധി വരെ പറയേണ്ടി വരും. പിന്നെ ഈ ഒരു ടാക്ടീഷ്യന്മാരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്കറിയാം. പുള്ളി ബോൾ പൊസിഷൻ കൈവച്ചുകൊണ്ട് വിങ്ങുകളിലൂടെ ആക്രമിച്ച് കയറുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ശൈലി. പക്ഷേ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നൊരു ഫിലോസഫി ആയിരിക്കും കോൾ സ്ക്വാഡ്രേറ്റ് പരീക്ഷിക്കാൻ പോവുക എന്നാണ് പുള്ളിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാൻ വിട്ടിട്ട് വേണ്ട സമയത്ത് കയറി കളിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കായിരിക്കും ഈസ്റ്റ് ബംഗാൾ തിരിയാനുള്ള സാധ്യത എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ മറ്റ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നല്ല താരങ്ങളുണ്ട്, ഈസ്റ്റ് ബംഗാളിന്റെ സൈഡിലും മികച്ച താരങ്ങളുണ്ട്. വിൻ പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളാണ്. 90 മിനിറ്റുകൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുക എന്നത് പ്രവചിക്കുക അസാധ്യമാണ്. പിന്നെ ഈ മത്സരത്തിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കീ പ്ലേയേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൻവർ അലിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുണ്ട്. അൻവർ അലി നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കോൾ സ്കോർ റേറ്റ് നൽകുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഹോപ്പ്ഫുള്ളി വി ക്യാൻ എക്സ്പെക്ട് ഹിം എന്നാണ് പറയുന്നത്. അപ്പം അൻവർ അലി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈസ്റ്റ് ബംഗാളിന്റെ ആ ഗോൾഡൻ മെറൂൺ ജേഴ്സിയിൽ റെഡ് ആൻഡ് ഗോൾഡ് കുപ്പായത്തിൽ അരങ്ങേറ്റം നടത്താനുള്ള സാധ്യതകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അൻവർ അലി അവരുടെ പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് യൂണിറ്റ് കുറച്ചുകൂടി കരുത്ത് കൂടുന്നതായിരിക്കും എന്നുറപ്പാണ്. പിന്നെ പ്ലേയേഴ്സ് ടു വാച്ച് ആ ഒരു പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള പെർഫോമൻസ് ഫോർവേഡ് ലൈനിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ജീസസ് ജിമിനിസിൽ നിന്ന് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വന്നിട്ട് അധിക സമയം ആയിട്ടില്ലെങ്കിൽ പോലും ജിമിനിസ് പൊളിയാണ്, അങ്ങേര് പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആദ്യ മത്സരത്തിൽ പിച്ചിൽ വന്ന് സെറ്റ് ആവുന്നതിന് മുമ്പ് ഒരു ഹെഡറിൽ കൂടെ ഗോൾ കണ്ടെത്താൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രീതം കോട്ടാൽ, പലരും അണ്ടർ റേറ്റഡ് ആണ് പ്രീതം കോട്ടാലിന്റെ കാര്യത്തിൽ. പ്രീതം കോട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കിരീടധാരണത്തിലേക്ക് നയിച്ച ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റൻ ആണ് എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോകുന്നത് അത്ഭുതപ്പെടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം, ടീമിൽ ഒരു വിന്നിംഗ് മെന്റാലിറ്റി കൊണ്ടുവരാൻ പ്രീതത്തിനെ കൊണ്ട് പറ്റും. പുള്ളി ഒരു ബോൺ ലീഡറാണ്. അപ്പം മിലോസിനെക്കാട്ടിൽ എന്തുകൊണ്ടും ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിയാൻ യോഗ്യത ഉള്ളത് പ്രീതം തന്നെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ മാനേജ്മെന്റിന്റെ പഥ്യം മിലോസിനോടാണ്. സോ അദ്ദേഹമാണ് നിലവിലെ ക്യാപ്റ്റൻ. പിന്നെ നോഹ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മൾ ഉറ്റുനോക്കേണ്ട താരങ്ങളിൽ ഒരാളാണ്. ഇടതുവിങ്ങിലൂടെ നോഹ സദോയി കൊളുത്തിവിടുന്ന ആക്രമണങ്ങൾ ഈസ്റ്റ് ബംഗാളിന് തലവേദനയാവേണ്ടതാണ്. നോഹ സദോയി എത്രമാത്രം അപകടകാരിയാവുന്നു അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ സാധ്യതയും വർദ്ധിക്കും എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാഴ്ചവെച്ചിട്ടുള്ള താരം തന്നെയാണ് നോഹ സദോയി. പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി ദിമിത്രിയോസ് ഡിമന്റക്കോസ് ഈസ് എ കീ ഫാക്ടർ. കാര്യം കഴിഞ്ഞ സീസണുകളിലെ ഗോൾഡൻ ബൂട്ട് ജേതാവാണ്. ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നാളെ ബ്ലാസ്റ്റേഴ്സിനെതിരെ, അതായത് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ച് 3 പോയിന്റുമായിട്ട് നാട്ടിലേക്ക് മടങ്ങണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിമിത്രിയോസ് ഡിമന്റക്കോസ് കൊച്ചിയിലെ ആരാധകരെ എതിരാളിയായി എങ്ങനെ നേരിടും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അതൊരു കംപ്ലീറ്റ് പ്രൊഫഷണൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ മധ്യനിരയെ കുറിച്ച് പറയുമ്പം തലാലിനെ മറന്നിട്ട് മറ്റൊരു പേര് പറയാൻ പറ്റില്ലല്ലോ. തലാൽ അവിടെ മധ്യനിരയിലുള്ള കാലത്തോളം ഈസ്റ്റ് ബംഗാൾ സേഫ് ആണ്. സോ മധ്യനിരയിൽ നിന്ന് നിർഗളം പന്തുകൾ മുന്നേറ്റ നിരയിലേക്ക് ഒഴുകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. സോ തലാൽ ഈസ് ടു ഡേഞ്ചറസ് ഇൻ ഈസ്റ്റ് ബംഗാൾ മിഡ്ഫീൽഡ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. പിന്നെ ജിക്സൺ സിംഗ് ധനോജത്തിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി നായകനായിരുന്ന ജിക്സൺ ഈസ്റ്റ് ബംഗാളിന്റെ താരമാണിപ്പം.
വരുത്താൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പിഴവാണ് ബ്ലാസ്റ്റേഴ്സ് ജിക്സിൻ്റെ കാര്യത്തിൽ വരുത്തിയത് എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. സോ ഹെഡ് ടു ഹെഡ് കണക്കുകൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിയുമ്പം 2 ടീമുകളും തമ്മിൽ 8 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 3 തവണ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിന്ന്, 2 തവണ ഈസ്റ്റ് ബംഗാളിനോടൊപ്പം നിന്നു, 2 തവണ സമനിലയായി. 3 തവണയാണ് ഇത് സമനിലയിൽ പിരിഞ്ഞത്. സോ ചരിത്രം ഏറെക്കുറെ ബ്ലാസ്റ്റേഴ്സിന് ഫേവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറെക്കുറെ അല്ല, ഒരു നേരിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇഞ്ചുറി കൺസേൺ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ ഇഞ്ചുറി കൺസേൺ ആകെ അഡ്രിയാൻ ലൂണയ്ക്ക് മാത്രം ഇഞ്ചുറി എന്നല്ല പറയാനുള്ളത്. അദ്ദേഹം രോഗബാധിതനാണ്, ഇൽനെസ് ആണ്. അതിൽ നിന്നും പുള്ളി ടോട്ടലി റിക്കവർ ആയിട്ടില്ല. സോ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിഷു കുമാർ, പൊറോത്ത് ലക്ര തുടങ്ങിയ 2 താരങ്ങളും ഇഞ്ചുറി മൂലം പുറത്താണ്. പിന്നെ നമ്മുടെ ലാൽഷനുങ്ക എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ നിര താരം കാർഡ് മൂലം പുറത്താണ്. സോ സ്ക്വാഡ് വൈസ് ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതാണൊരു അസംഷൻ പോരെ.